പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു ലോവർ RPM പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്കെന്ന് വെച്ചാൽ ഭയങ്കര വീക്കാണ്. നമുക്ക് പയ്യെ ഓടിച്ചോണ്ട് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹോപ്പ് എവ്രിവൺ ഈസ് ഡൂയിങ് ഗ്രേറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡ്യൂക്ക് 125 ആണ്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേ കയറി ഇരുന്ന് ഓടിക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്യൂക്ക് 200 കയറി ഇരിക്കുന്ന ആ സെയിം ഒരു ഫീലാണ്. ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂൾ ടാങ്ക് ആണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ബാർസ് ആണെന്നുണ്ടെങ്കിലും മിറേഴ്സ് ആണെന്നുണ്ടെങ്കിലും മീറ്റർ കൺസോൾ ആണെന്നുണ്ടെങ്കിലും എല്ലാം ആ ഡ്യൂക്ക് 200 സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി പെട്ടെന്നൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്യൂക്ക് 200 തന്നെ ആണെന്നേ ഓർക്കത്തുള്ളൂ. കാരണം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ റിമൂവ് ചെയ്ത് ഒരു 200 സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഡ്യൂക്ക് 200 തന്നെയാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേനും ഈ വണ്ടിയുടെ ഒരു ഓവറോൾ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കിനെ കുറിച്ചിട്ട്. അതിന് ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് എടുത്ത് നോക്കാവുന്നതാണ്. സോ വീഡിയോ കണ്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. There must be more to life than this. Reaching for the stars, traveling so far. I run away. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് നോക്കിയാലോ. ഡ്യൂക്ക് 125ൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു 124.7 cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ 4 വാൽവ് DOHC എഞ്ചിനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു മോഡേൺ 125 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നുണ്ട്, ലിക്വിഡ് കൂളിംഗ് വരുന്നുണ്ട്, 4 വാൽവ് ആണ്, DOHC സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9250 RPM 14.5 PS 8000 RPM 12 Nm ടോക്കുമാണ്. ഈ പറഞ്ഞ ഒരു പവറും ടോപ്പും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു നോർമൽ കാണുന്ന ഒരു 150 cc വണ്ടിയുമായിട്ട് ഓൾമോസ്റ്റ് സിമിലറാണിത്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു ലോവർ RPM പവർ എന്ന് പറയുന്നത് ഭയങ്കര വീക്കാണ്. ഭയങ്കര വീക്കെന്ന് വെച്ചാൽ ഭയങ്കര വീക്കാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പിന്നെ ഈ വണ്ടിയിൽ അത്യാവശ്യം ഒരു പവറൊക്കെ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 7000 RPM ഒക്കെ കഴിയണം. ആ ഒരു 7000 RPM കഴിയുമ്പോഴത്തേക്കും മാത്രമേ നമുക്ക് ഈ ഒരു വണ്ടി അലൈവാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഗിയർ ബോക്സിലേക്ക് നോക്കാം. ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 6 സ്പീഡാണ്. അത്യാവശ്യം നല്ല ക്രിസ്പിയർ ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെയാണ്. ഈ വണ്ടിയിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ടെങ്കിലും ആ അവസാനത്തെ 6th ഗിയർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് റോഡിൽ മാത്രമേ എനിക്കൊരു ആവശ്യമായിട്ടുള്ള സംഭവം തോന്നിയുള്ളൂ. കാരണം ഈ വണ്ടി ഞാൻ ഹൈ റേഞ്ചിൽ ഓടിച്ചപ്പോഴത്തേനും 6ാമത്തെ ഗിയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. 120 km/h ആണ് ഈ വണ്ടിയുടെ ഏകദേശം ഒരു ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടക്കൻ ചെയ്തൊക്കെ ഇരിക്കണം. അതുമാത്രമല്ല ഒരു 85-90 കിലോമീറ്റർ അല്ല 85 കിലോമീറ്റർ തന്നെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ക്ലൈംബിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഭയങ്കര സ്ലോ ആണ്. ഈ വണ്ടിയിൽ ലിക്വിഡ് കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂസ് വലുതായിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയില്ല. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. വണ്ടിയുടെ സ്പീഡ് കയറുന്ന ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നാട്ടുകാർ പറയും അവൻ ഡ്യൂക്ക് 200 പറക്കുമെന്ന്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓടിക്കുമ്പോഴത്തേനും ഒരു ഡ്യൂക്ക് 200 സ്ലോ മോഷൻ ഓടിക്കുന്ന രീതിയായിരിക്കും. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സസ്പെൻഷൻ സെറ്റപ്പിലേക്ക് നോക്കാം. ഫ്രണ്ട് സൈഡിലെ WPയുടെ അപ്സൈഡ് ഡൗൺ ഫോക്സും റിയർ സൈഡിൽ മോണോഷോക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 125 cc സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം ഫീച്ചറാണ്. ഇനി ഈ സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂക്ക് 200ലും 390ലും കിട്ടുന്ന ആ സെയിം സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇത്തിരി ഫേം ആയിട്ടാണ്. കാരണം ഒരു സ്പോർട്ടി റൈഡിംഗ് സ്റ്റാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഫേം ആയിട്ടാണ് സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കംഫർട്ടിന് ഒരു സെക്കൻഡ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബ്രേക്സിലേക്ക് നോക്കാം.
ഫ്രണ്ട് സൈഡിൽ 300 mm ഡിസ്കും റിയർ സൈഡിൽ 230 mm ഡിസ്കുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 818 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 175 mm ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 148 കിലോസ് ആണുള്ളത്. ഇത് ഹെവി ആണെന്ന് ചോദിച്ചാൽ അത്രയ്ക്കും ഹെവി ഒന്നുമല്ല, പക്ഷേ 200നും ഈ 125നും ഏകദേശം സിമിലർ വെയിറ്റ് ആണ്. ഇപ്പോൾ ഡ്യൂക്ക് 200ന്റെ പോലെ തന്നെ സിമിലർ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇതിന് ഇത്തിരി കൂടി വെയിറ്റ് കുറയ്ക്കായിരുന്നു. സോ ഇപ്പോൾ ഒരു ബിഗിനറാണ് ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൈറ്റർ ആയിട്ട് തോന്നിയാണ്. ഇനി നമ്മുടെ മലയാളികളുടെ മെയിൻ കൺസേൺ ഫ്യൂൽ എക്കോണമി. ഫ്യൂൽ എക്കോണമിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം ഒരു 45 km/ലിറ്റർ ഒക്കെ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. സോ ഏകദേശം ഒരു 40 to 45 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലും കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇത്തിരി അണ്ടർപ്രൈവഡ് ആണെന്നേ ഉള്ളൂ. പക്ഷേ അപ്പിയറൻസും കുറച്ച് കോസ്മെറ്റിക്സും എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് മാത്രം ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 125cc സെഗ്മെൻറ്റിൽ പെടുന്ന വണ്ടിക്ക് ഇത്രയും പ്രൈസ് പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സൊക്കെ കിട്ടുമ്പോഴത്തേനും എന്താ ചെയ്യുക, ഈ ഒരു റിവ്യൂ നിങ്ങളൊരു ഫസ്റ്റ് ഇംപ്രഷനായിട്ട് കൂട്ടിയാൽ മതി. കാരണം ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ KTM ഷോറൂം കണ്ടപ്പോഴത്തേനും ജസ്റ്റ് കയറി ഒന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചാണ്. എന്തായാലും അവർ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ടെസ്റ്റ് ഡ്രൈവ് കിട്ടി. സോ അതുകൊണ്ടാണ് ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യാനും പറ്റിയത്. KTM പത്തനംതിട്ട ഷോറൂമിലെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻ്റെ പുറകിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിയുടെ പേര് ആൽഫിൻ എന്നാണ്. ആൽഫിൻ ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ്. എന്താ പറയുക, ചോദിച്ച് അപ്പം തന്നെ എനിക്ക് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി തന്നു. ഇത് ആ കാണുന്നതാണ് ഷോറൂം. നിങ്ങൾ ഈ ഏരിയയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. വണ്ടി എടുക്കാനായിട്ടും കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.